വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്നലെ വരെ വളരെ പ്രധാനപ്പെട്ട 23 മണ്ഡലങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാസർഗോഡും പാലക്കാടുമാണ്. പാലക്കാടും കാസർഗോഡും. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ മത്സരിക്കുന്നു. പാലക്കാടേക്ക് വരുമ്പോൾ തീപാറുന്ന മത്സരമാണ് എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ അതൃപ്തിയിലാണ്. കാരണം രമേശ് പിഷാരടി അവിടെ നിർത്തി BJPക്ക് ആ സീറ്റ് താലത്തിൽ വെച്ച് കൊടുത്തതുപോലെ ആയിപ്പോയി എന്നാണ് പല കോൺഗ്രസ് അനുഭാവികളും സോഷ്യൽ മീഡിയയിൽ അടക്കം പറയുന്നത്. രമേശ് പിഷാരടി തോൽക്കും. ഇത്തവണ BJPക്ക് പാലക്കാട് ഒരു MLA ഉറപ്പാണ്. അത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും. സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രൻ വന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് പിഷാരടി പോരാ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. CPM-നാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവർ നിർത്തിയിരിക്കുന്നത്. അപ്പൊ പിന്നെ മത്സരം ടൈറ്റാണ് എന്ന് പറയുമ്പോഴും അത്ര ടൈറ്റ് ഒന്നുമല്ല. രമേശ് പിഷാരടി പറയുകയും ചെയ്തു, രാഹുൽ മാങ്കൂട്ടം എന്താണോ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ തുടർച്ച ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് രമേശ് പിഷാരടി പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതാണ് പാലക്കാടിന്റെ സിറ്റുവേഷൻ. ഇനി കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രതീക്ഷ? അവിടെ നേരെ തിരിച്ചാണ് സാധ്യത. അവിടെ സുരേന്ദ്രനെ ഏത് രീതിയിലും തോൽപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അവിടെ CPM-ഉം UDF-ഉമായിട്ടൊരു ഡീൽ ഉണ്ടെന്നാണ് BJP സ്വാഭാവികമായിട്ടും ആരോപിക്കുന്നത്. നേരത്തെയും അങ്ങനെ BJP ആരോപിച്ചിരുന്നു. പാലക്കാടേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഈ രണ്ട് ജില്ലകളിലും എന്തൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ് അവിടെയുള്ള സാധ്യതകൾ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ യാത്ര ചെയ്യുകയാണ്. ഏതാണ്ട് 12 ജില്ലകളിലെ വിവരങ്ങൾ വെച്ചുവിട്ട് അതിൽ തീവാറുന്ന മത്സരം നടക്കുന്ന 24 മണ്ഡലങ്ങൾ, അതായത് ജയിക്കുകയോ ജയിക്കുന്നതിനൊപ്പം നിൽക്കുകയോ രണ്ടാം സ്ഥാനത്ത് വരികയോ ഒക്കെ ചെയ്യുന്ന 24 മണ്ഡലങ്ങളാണ് നമ്മൾ ഇന്നലെ വരെ പറഞ്ഞു നിർത്തിയത്. ഇന്നിപ്പോ നമ്മൾ അവശേഷിക്കുന്ന 2 ജില്ലകളിലേക്ക് കടക്കുകയാണ്, പാലക്കാടും കാസർഗോഡും. പാലക്കാടേക്ക് വരുമ്പോൾ അവിടുത്തെ സ്റ്റാർ മത്സരം നടക്കുന്ന ഒരിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന പാലക്കാട് തന്നെയാണ്. ധനുഷ് ഇത് പറയുമ്പോൾ ഞാൻ അത്ര ഈസി ആയിട്ട് പാലക്കാട് മത്സരം കാണുന്നില്ല. ഒരു ഈസി വാക്ക് ഓവർ ആണെന്നും ഞാൻ കരുതുന്നില്ല. കാരണം പിഷാരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന് എതിരെ മുട്ടാൻ പറ്റിയ സ്ഥാനാർത്ഥി അല്ല എങ്കിൽ കൂടി അവിടെ ഒരു പോളറൈസേഷൻ വലിയ രീതിയിലുണ്ട്. കാരണം ഇത്തവണ കേരളത്തില് മുസ്ലിം വിഭാഗം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം UDF-ന് ഏത് വിധേയനെയും അധികാരത്തിൽ കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ രീതിയിൽ തന്നെ അവരുടെ ഒരു പോളറൈസേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറുഭാഗത്തും അതുപോലെ ഒരു പോളറൈസേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറയുന്ന ഈസി വാക്ക് ഓവർ ആകും. പക്ഷെ അവിടെ ഒരു മത്സരം ഉണ്ട്, മത്സരത്തിന്റെ പ്രതീതി ഉണ്ട്, മത്സരമുണ്ട്. കാരണം ഈസി വാക്ക് ഓവർ എന്ന് പറയുമ്പോഴത്തേനും സ്വാഭാവിക അലസത എന്നുള്ള ഒരു സാധനത്തിലേക്ക് പിടികൂടപ്പെടും. BJP-യുടെ പ്രവർത്തകരായാൽ തന്നെ നമ്മൾ ജയിക്കുമല്ലോ, ജയിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ ഇനി കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് പോകും. പക്ഷെ അത്ര ഈസി അല്ല. കാരണം ഈ വോട്ടാണ്, ഇലക്ഷനാണ്. കാരണം ഓരോ നിമിഷവും അനുദിനം മാറി മറിയുന്ന ട്രെൻഡുകളും കാര്യങ്ങളുണ്ട്. ഹാർഡ് വർക്കാണ് അതിനകത്ത് ഇലക്ഷന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അത് എവിടെയാണോ ഹാർഡ് വർക്ക് കുറയുന്നത് അവിടെ യുദ്ധമാണെങ്കിലും അങ്ങനെയാണ്. ഇസ്രായേലിന്റെ പക്കലുള്ള ഈ അയൺഡോമിന്റെ കയ്യിലുള്ള ഇന്റർസെപ്റ്ററിന്റെ അളവ് കുറഞ്ഞപ്പോഴാണ് ഇറാൻ കയറി അടിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ടാണ്. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ ഇത് വരും. അപ്പൊ അതിൽ അവരുടെ ഒരു വിന്നിംഗ് മണ്ഡലം തന്നെയാണ് പാലക്കാട്. പാലക്കാട് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. അതിന് പല പല കണക്കുകളുണ്ട്. കാരണം ഇതുവരെ 2ാം സ്ഥാനത്താണ് പാലക്കാട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP. അത് മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴൊക്കെ വോട്ട് 2 ഇരട്ടി 3 ഇരട്ടി ഒക്കെ എത്തിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അങ്ങനെ വരുന്ന ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ടും ഒരു തികഞ്ഞ നിയമം പോലെ തന്നെ തെക്കോട്ട് നോക്കി തിരുവനന്തപുരത്തെ നിയമം പോലെ തന്നെയാണ് വടക്കോട്ട് പാലക്കാടും BJP സംബന്ധിച്ച്. അപ്പോൾ ആ സീറ്റ് മാത്രമല്ല, അവിടെ തീപാറുന്ന പോരാട്ടം നടക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഷൊർണൂര്. അതുപോലെ തന്നെ മലമ്പുഴ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങൾ എനിക്കൊന്ന് 2ഓ 3ഓ തെരഞ്ഞെടുപ്പായി അദ്ദേഹം നിയമസഭയിൽ ആ ഒരു സ്ഥലത്ത് തന്നെ മത്സരിക്കുകയും 2ാം സ്ഥാനത്ത് എത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത്തവണ അദ്ദേഹം വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവിടെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരു പക്ഷേ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴും സാധ്യതകൾ ഇല്ലാതില്ല. കാരണം ഈ CPM-ന് അകത്തുള്ള ചില പാർട്ടി പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കോൺഗ്രസ് അവിടെ പൊതുവെ ദുർബലമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ടൈപ്പ് കോമ്പറ്റീഷൻ തന്നെയാണ് മലമ്പുഴയിൽ നടക്കുന്നത്. മലമ്പുഴ മാത്രമല്ല, ഒറ്റപ്പാലത്തും ഷൊർണൂരും BJP വലിയ ഗംഭീരമായ ഒരു പ്രവർത്തനം തന്നെ നടക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഷൊർണൂർ നഗരസഭയിൽ BJPക്ക് ഗണ്യമായ രീതിയിൽ, അവർ പ്രതിപക്ഷമാണ്, ഗണ്യമായ രീതിയിൽ സീറ്റ് ഉള്ള ഒരു നഗരസഭയാണ്. അവിടെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഒറ്റപ്പാലത്തും അവര് വളരെ മികച്ച ഒരു പ്രവർത്തനം. എനിക്ക് തോന്നുന്നു പാലക്കാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സീറ്റുകളിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനകത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവ് പാലക്കാട് മത്സരിക്കുമ്പോൾ അതിന്റെ പ്രഭാവം മറ്റു മണ്ഡലങ്ങളും സ്വാഭാവികമായി തന്നെ അലയടിക്കും. അതായത് അങ്ങനെയാണ് അതിന്റെ പോകുന്നത്. അതായത് ഒരു മണ്ഡലത്തിൽ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് വരികയും അതിന്റെ പ്രഭാവം നിലനിർത്തുകയും ചുറ്റുമുള്ള മണ്ഡലങ്ങളിലും അതിന് സമാനമായ രീതിയിലുള്ള പ്രചരണം മുൻപോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഒരു ഇളക്കം തട്ടാൻ ഇടയാക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഇലക്ഷന്റെ രീതി, ഒരു പാറ്റേൺ പോകുന്നത് അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറഞ്ഞത് 5 മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അതിൽ ഞാൻ ശ്രദ്ധയോടെ നോക്കുന്ന 2 മണ്ഡലങ്ങളൊന്നും മലമ്പുഴയും
പാലക്കാടുമാണ്. ഒരു സീറ്റല്ല, അവിടെ 2 സീറ്റ് ലഭിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അങ്ങനെ 5 മണ്ഡലങ്ങളാണ് ഈ പറയുന്ന പാലക്കാട് വളരെ ശക്തമായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് കാസർഗോഡിലേക്ക് പോവാം. കാസർഗോഡിലേക്ക് പോയാൽ അവിടെ പ്രധാനപ്പെട്ടുള്ള സ്റ്റാർ മണ്ഡലം മഞ്ചേശ്വരം തന്നെയാണ്. കാരണം കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് സുരേന്ദ്രന് 89 വോട്ടിന് നഷ്ടപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് കുറെ പ്രശ്നങ്ങൾ BJP-ക്കകത്തുമുണ്ട്, ചെറിയ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ അതൊക്കെ വളരെ ശാന്തമായി അവസാനിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, UDF-ലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി കാലാകാലങ്ങളിൽ ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു പോകുന്നത് ക്രോസ് വോട്ട് മൂലമാണ്. അതായത് CPM-ന്റെ വോട്ട് ക്രോസ് ആയിട്ട് ഇപ്പുറത്തേക്ക് പോകും. ആ വോട്ടുകളാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിപ്പിക്കുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു ക്രോസ് വോട്ടിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് സുരേന്ദ്രൻ ഈ ഇടതുപക്ഷ ബെൽറ്റുകളിൽ മുൻപൊക്കെ BJP-ക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത, അതായത് BJP-ക്ക് വോട്ട് പോലും ചോദിച്ച് ചെല്ലാൻ കഴിയാതിരുന്ന മേഖലകളിലൊക്കെ സുരേന്ദ്രന് വലിയ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹിന്ദു വോട്ടുകളുടെ ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ, കാരണം ഇത്രയും വർഷമായിട്ട് ആ മണ്ഡലം നോക്കുന്നത് ഈ മുസ്ലിം ലീഗും മറ്റുള്ളവരും ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് മാറ്റം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരം ഈസിയായി BJP-യുടെ കയ്യിലേക്ക് എത്തുന്ന ഒരു മണ്ഡലം തന്നെയാണ്. തൊട്ടിപ്പുറത്ത് അവർ കാസർഗോഡ് വലിയ രീതിയിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. കാസർഗോഡും വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ജയിക്കുമെന്നുള്ളതല്ല നമ്മൾ പറയുന്നത്, ജയിക്കുന്നതിന്റെ തലപ്പൊക്കത്തേക്ക് എത്തുക. BJP ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജയിക്കുന്നതിനോടൊപ്പം തന്നെ 2ാം സ്ഥാനത്തും അനവധി മണ്ഡലങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ഒരു അതായത് ശരിക്കും പറഞ്ഞാൽ കാസർഗോഡും ഹാർഡ് വർക്ക് ചെയ്യാമെങ്കിൽ ജയിക്കാവുന്ന ഒരു മണ്ഡലം തന്നെയാണത്. പക്ഷെ അതിലൊരു ഈ ഒരു നിയമസഭ കൂടി കഴിയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നല്ല രീതിയിൽ അവിടെ വർക്ക് നടക്കുന്നുണ്ട്, വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം നടക്കുന്നുണ്ട്. അപ്പൊ ഈ 2 ജില്ലകളിലായിട്ട് നമ്മൾ 7 മണ്ഡലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ തുടക്കത്തിൽ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പരമ്പര തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു BJP മത്സരിക്കുന്ന തീപാറുന്ന 30 മണ്ഡലങ്ങളുണ്ടെന്ന്. ഇതോടുകൂടി നമ്മുടെ ഈ 30 മണ്ഡലങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഈ 30 മണ്ഡലങ്ങളും BJP-ക്ക് വിന്നിംഗ് പൊട്ടൻഷ്യലുള്ള മണ്ഡലങ്ങളാണ് 30 എണ്ണത്തിലും അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് 30. ഇതിൽ എങ്ങനെ പോയാലും 4ഓ 5ഓ ഷുവർ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ തന്നെ വിജയം ഉറപ്പാക്കുന്ന ഒരു 4ഓ 5ഓ മണ്ഡലങ്ങളുണ്ട്. പിന്നെ ഉള്ള ഒരു 25 മണ്ഡലങ്ങൾ, അതിൽ ഏതെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ BJP-യുടെ നമ്പർ 8ഓ 10ഓ ഒക്കെ ആയി മാറാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം അതുപോലത്തെ പ്രവർത്തനങ്ങളും അതുപോലത്തെ പ്രചരണ രീതികളും ഒക്കെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും 30 മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ ഇനിയും ഒരുപാട് സമയമുണ്ട്, ഒരുപാട് ട്രെൻഡുകൾ മാറി മറിയാനുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് ഇനി ഇലക്ഷൻ വാർത്തകളുമായിട്ട് തന്നെ വരാം. ഏതായാലും പ്രേക്ഷകർക്ക് മുമ്പ് തെരഞ്ഞെടുപ്പൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു BJP-യുടെ മാസ്റ്റർ മത്സരം നടക്കുന്ന 30 മണ്ഡലങ്ങൾ ഞങ്ങൾ പറയുമെന്ന്. എന്തായാലും 30 മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നു. അതായത് ഒരുപക്ഷെ പ്രേക്ഷകർ പല മണ്ഡലങ്ങളെ കുറിച്ചും ഇത്ര ചിന്തിച്ചിട്ടും കാണില്ല. ഇങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാത്ത പല മണ്ഡലങ്ങളും കൂടെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് കാണാത്തവര് ചാത്തന്നൂർ വരെ പറഞ്ഞു. ഏതായാലും നമ്മൾ അത് കാണാത്ത നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ഞങ്ങൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇത് തന്നെ ഇങ്ങനെ ചെയ്തു വരികയായിരുന്നു. ഇതോടുകൂടി 30 മണ്ഡലങ്ങൾ, ഇനി 30 മണ്ഡലങ്ങളിലുള്ള അനാലിസിസ് ആയിരിക്കും വരും ദിവസങ്ങളിൽ. ഏതായാലും 30 മണ്ഡലം ഏതൊക്കെയാണെന്ന് അറിയാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആ വീഡിയോയോടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.